അപ്പം അടുത്തൊരു നഴ്സിംഗ് എഡ്യൂക്കേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. Which of the following is not the principle of lesson planning? Not the principle. ലെസൺ പ്ലാനിങ്ങിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്ത കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്? ഫ്ലെക്സിബിൾ ആണ്, മാസ്റ്ററി ആൻഡ് എഡ്യൂക്കേറ്റ് ട്രെയിനിങ് എന്ന ടോപ്പിക് ആണ്, ആക്റ്റീവ് സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ ആണ്, സിംഗിൾ ടീച്ചിങ് മെത്തേഡ് ആണ്. അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? പ്രിൻസിപ്പിൾസ് ഓഫ് ലെസൺ പ്ലാനിങ്. നമ്മുടെ ലെസൺ പ്ലാനിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. Which of the following is not the principles of lesson planning? Very good. Single teaching method. In which type of objectives breaking down of professional functions into components or activities done which together indicate the nature of the function? ഏത് തരം ഒബ്ജക്റ്റീവ്സിലാണ് ഒബ്ജക്റ്റീവ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തേക്കുന്നത്? പ്രൊഫഷണൽ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ കമ്പോണൻസ് ആയിട്ട് വിത്ത് അതിനെ എന്തിന് നമ്മളെ ഫങ്ഷൻസിന്റെ നേച്ചറിനെ സൂചിപ്പിക്കുന്നു. എന്താണത്? സെൻട്രൽ, സ്പെസിഫിക്, ഇന്റർമീഡിയറ്റ്, ടെറിഷറി. എന്തായിരിക്കും ആൻസർ? ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി, ടെറിഷറി. Yes, option D, tertiary is the answer. Which of the following is not the maximum of teaching? Maximums of teaching ലേക്ക് പോവാ. ഇതാണ് തന്നിരിക്കുന്നവയിൽ ഏതാണ് മാക്സിമം ടീച്ചിങ് അല്ലാത്തത്? നോൺ ടു അൺനോൺ, കോംപ്ലക്സ് സിമ്പിൾ, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, അനാലിസിസ് ടു സിന്തസിസ്. തന്നിരിക്കുന്നവയിൽ ഏതാണ് മാക്സിമംസ് ഓഫ് ടീച്ചിങ് അല്ലാത്തത്? ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? ഇറ്റ് ഈസ് കോംപ്ലക്സ് ടു സിമ്പിൾ. ഡുവേ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷനിസ്റ്റ് ഏതിന്റെ പ്രൊപ്പോണന്റ് ആണ്? നമ്മൾ എപ്പോഴും പറയുന്നത് ജോൺ ഡുവയെ കുറിച്ച്. സ്പിരിച്വലിസം ആണോ, ഐഡിയലിസം ആണോ, റിയലിസം ആണോ, പ്രഗ്മാറ്റിസം ആണോ? ആൻസർ എന്താണ്? ഡി, pragmatism. Now, who among the following propose that education be designed on the basis of theory of experience? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് ആരാണ്? സോക്രട്ടീസ് ആണോ, ജോൺ ഡുവേ ആണോ, അരിസ്റ്റോട്ടിൽ ആണോ, ജീൻ പിയാഗറ്റ് ആണോ? ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ജോൺ ഡുവേ എന്ന് എല്ലാവരും പറയുന്നു അല്ലെ? ജോൺ ഡുവേ. ജോൺ ഡുവേ. ആൻസർ ഈസ് ജോൺ ഡുവേ. Which of the following is a traditional philosophy of education? നേരത്തെ പറഞ്ഞ which of the following is a traditional philosophy of education? Spiritualism, idealism, naturalism, pragmatism. തന്നിരിക്കുന്നതിൽ ഏതാണ് traditional philosophy? What will be the answer? Most apt. ഏതാണ് മോസ്റ്റ് ആപ്റ്റ്? സ്പിരിച്വലിസം ആണോ, ഐഡിയലിസം ആണോ, നാച്ചുറലിസം ആണോ, പ്രഗ്മാറ്റിസം ആണോ? ആൻസർ എന്താണ്? ഇറ്റ് ഈസ് മോസ്റ്റ് ആപ്റ്റ്, പ്രഗ്മാറ്റിസം. പ്രഗ്മാറ്റിസം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who provided the most famous example of classical conditioning? Most famous example of classical conditioning. Classical conditioning തന്നത് ആരാണ്? ആരാണ് പ്രൊവൈഡ് ചെയ്തത്? സ്കിന്നർ ആണോ, ഗൂത്രി ആണോ, ഇവാൻ പാവ്ലോവ് ആണോ? ഇറ്റ്സ് ഇവാൻ പാവ്ലോവ്. ഇവാൻ പാവ്ലോവ്. ഇവാൻ പാവ്ലോവ്. Who stated education is not a preparation for life, education is life itself? Education എന്ന് പറഞ്ഞാൽ
ജീവിതത്തിലേക്കുള്ള പ്രിപ്പറേഷൻ അല്ല, മറിച്ച് ജീവിതം തന്നെയാണ് എന്ന് പറഞ്ഞ എഡ്യൂക്കേഷനിസ്റ്റ് ആരാണ്? ജീൻ പിയാഗെറ്റ്, സോക്രട്ടിസ്, ജോൺ ഡുവേ, മഹാത്മാഗാന്ധി. ജോൺ ഡുവേ. It is John Dewey. Democracy and Education was authored by Sigmund Freud, John Dewey, Jean Piaget, Jawaharlal Nehru. 1916 ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ആരാണ്? എല്ലാരും പറയുന്നു ബി. ഇറ്റ് ഇസ് ജോൺ ഡുവേ എന്നല്ലേ? ജോൺ ഡുവേ. ജോൺ ഡുവേ ആണോ? ജോൺ ഡുവേ ആണ്. ജോൺ ഡുവേ ആണ്. Interaction analysis category system in education for increasing the teacher effectiveness was developed by. Interaction analysis എന്നൊരു കാറ്റഗറി സിസ്റ്റം ആണ് എഡ്യൂക്കേഷനിൽ ടീച്ചറിന്റെ എഫക്റ്റീവ്നെസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു അനാലിസിസ് കാറ്റഗറിയാണ്. ഇത് ഡെവലപ്പ് ചെയ്ത് ആരാണ്? അമിഡോൺ, സൈമൺ, പ്ലാൻഡർ, റിച്ചാർഡ് ഓവർ. പ്ലാൻഡർ.